ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. ഓക്കെ, നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ കോർ കോഴ്സായിട്ടുള്ള സുവോളജി നോൺ കോർഡിനേറ്റിലെ കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ കാണുന്നത് ടൈപ്പ് സ്റ്റഡീസാണ്. ടൈപ്പ് സ്റ്റഡീസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് സ്റ്റഡി നീരീസ് ഉണ്ട്, പക്ഷെ ഞാൻ പീനസ് ഇൻഡിക്കസ് പ്രോൺസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പീനസിൻ്റെ സിലബസ്, അതായത് പീനസിൻ്റെ ടൈപ്പ് സ്റ്റഡിയിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് സിലബസാണിത്. മോർഫോളജി, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, സെൻസ് ഓർഗൻസ്, പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് മോർഫോളജിയാണ്. മോർഫോളജിയിൽ എക്സോസ്കെലട്ടൺ ആണ് വരുന്നത്. അപ്പം മോർഫോളജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഒരു സ്ട്രക്ചർ തന്നെ പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് നിങ്ങൾ ഇത് സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഓരോ പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. സോ മോർഫോളജിയിൽ പീനസ് എന്ന് പറയുന്നത് ഒരു മറൈൻ പ്രോണാണ്. ഈ ബോഡി മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിഫാലോ തൊറാക്സ് ആൻഡ് അബ്ഡോമൻ ആണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് പിക്ചർ എടുക്കാം. സിഫാലോ തൊറാക്സ് ആൻഡ് അബ്ഡോമൻ ആണ്. സിഫാലോ തൊറാക്സ് 13 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഫോം ചെയ്തിരിക്കുന്നത് ഈ 13 സെഗ്മെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ്. സിഫാലോ തൊറാക്സ് അല്ല, സിഫാലിക്കും തൊറാസിക്കും സെഗ്മെൻറ്റ്സ് ആണ്. ഓക്കെ, 5 സിഫാലിക് ആൻഡ് 8 തൊറാസിക് സെഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്. അബ്ഡോമിനൽ റീജിയനിൽ 6 സെഗ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ടെയിൽ ഒരു ടെർമിനൽ പോർഷനിൽ ഒരു കോണിക്കൽ പ്രോസസ് ഉണ്ട്, ടെൽസൺ എന്നാണ് അതിൻ്റെ പേര്. ഹോൾ ബോഡി ഓഫ് പ്രോൺ ആണ് കവേർഡ് ബൈ അതാണ് എക്സോസ്കെലട്ടൺ അവിടെയാണ് വരുന്നത്. അത് നമ്മുടെ ഈ ചെമ്മീൻ്റെ മുഴുവൻ ബോഡി കവർ ചെയ്തിരിക്കുന്ന ആ ഒരു കവറിങ് ഇല്ലേ, അതാണ് എക്സോസ്കെലട്ടൺ. അതൊരു ക്യൂട്ടിക്കുലാർ കവറിങ് ആണ്. അതുപോലെ തന്നെ ഈ എക്സോസ്കെലട്ടൺ എന്താ പറയുക, എപ്പിഡെർമിസ് ആണിത് സെക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ എക്സോസ്കെലട്ടൺ ഫോം ചെയ്തിരിക്കുന്നത് കൈറ്റിൻ ആൻഡ് പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് എക്സോസ്കെലട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ എക്സോസ്കെലട്ടൺ മെയിനായിട്ട് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അത് സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻസിൻ്റെ ഹാർഡനിങ് വഴിയും അതേപോലെ കാൽസിഫിക്കേഷൻ കൊണ്ടുവേണം. ഹാർഡനിങ് ഓഫ് പ്രോട്ടീൻസിൻ്റെ പേരാണ് സ്ക്ലിറോട്ടൈസേഷൻ. പിന്നെ കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാൽഷ്യം കാർബണേറ്റ് അതേപോലെ കാൽഷ്യം സൾഫേറ്റ് എല്ലാം ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് കാൽസിഫിക്കേഷൻ. അതാണ് കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സോസ്കെലട്ടൻ്റെ ഫംഗ്ഷനാണ് പ്രൊട്ടക്ട്സ് ദ ബോഡി. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് പ്രൊവിഷൻസ് ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് മസിൽസ്. ഈ മസിൽസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ്, ലാർജ് സർഫസ് ഏരിയ എല്ലാം ഈ എക്സോസ്കെലട്ടൺ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ എക്സോസ്കെലട്ടൺ ഈ പ്രോൺസിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഭയങ്കര മൈന്യൂട്ടായിട്ടായിരിക്കുമല്ലോ. ഇൻറ്റേർണൽ ഓർഗൻസ് ഭയങ്കര സോഫ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോഡിയംസ് എന്നൊരു ഇൻഫോൾഡിങ്സ് വഴിയാണ്. അപ്പോഡിയംസിൻ്റെ ഫംഗ്ഷനാണ് ഇൻക്രീസ് ദ ഏരിയ ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് മസിൽസ്, ഓൾസോ പ്രൊട്ടക്ട് സോഫ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻസ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ നോക്കാം. കണ്ടോ, ഇതാണ് മെയിനായിട്ട് പ്രോൺസ് എന്ന് പറയുമ്പം രണ്ടെണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്ത്, ബോഡി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിഫാലോ തൊറാക്സ് ആൻഡ് അബ്ഡമൻ. സിഫാലോ തൊറാക്സിൽ 13 സെഗ്മെൻറ്റ്സ് ആണുള്ളത്. ഈ 13 സെഗ്മെൻറ്റ്സിൽ 5 സിഫാലിക്കും 8 തൊറാസിക്കും ആണ്. അബ്ഡമൻ എന്ന് പറയുമ്പം 6 സെഗ്മെൻറ്റ്സും പിന്നെ ടെൽസണും. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ് നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ കിട്ടി. ബാക്കി കുറച്ചുകൂടെ പോയിന്റ്സ് എക്സോസ്കെലട്ടൺ. പിന്നെ നമ്മൾ ഈ 2 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എക്സോസ്കെലട്ടനെ കുറിച്ച് പറയാം. എക്സോസ്കെലട്ടൺ എന്താണ് പറഞ്ഞത്? ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ്. അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ഒരു ക്യൂട്ടിക്കുലർ കവറിങ് ആണ്. എക്സോസ്കെലട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിനും പ്രോട്ടീൻസും ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നത് ഹാർഡനിങ് ഓഫ് പ്രോട്ടീൻസും കാൽസിഫിക്കേഷൻ വഴിയാണ്. പിന്നെ ഈ എക്സോസ്കെലട്ടൻ്റെ ഫങ്ഷൻസും. അടുത്ത പോയിന്റാണ് എക്സോസ്കെലട്ടൺ കവറിങ് സെഗ്മെന്റഡ് ആണ്. ആ സെഗ്മെന്റ്സിന് പറയുന്ന പേരാണ് എന്ത്? സ്ക്ലിറൈറ്റ്സ്. സ്ക്ലിറൈറ്റ്സ് എന്നാണ് എക്സോസ്കെലട്ടൺ സെഗ്മെന്റ്സിന് പറയുന്ന പേര്. അബ്ഡോമിനൽ റീജിയനിൽ ഈ സ്ക്ലിറൈറ്റ്സ് ഡോർസലും വെൻട്രലും ആയിട്ടുണ്ട്. അതിന് പറയുന്നത് ടെർഗ ആൻഡ് സ്റ്റേർണ റെസ്പെക്റ്റീവ്ലി. ഡോർസൽ സൈഡിലുള്ള ടെർഗയും വെൻട്രൽ സൈഡിലുള്ള സ്റ്റേർണയും. പിന്നെ അത് നമുക്ക് ഇതാണ് ടെർഗം ആൻഡ് സ്റ്റേർണം. ഈ ടെർഗം ഈ ഡൗൺവേർഡ് ആയിട്ട് ഒരു ഡൗൺവേർഡ് പോർഷനിൽ വരുന്നുണ്ട്. അതിൻ്റെ ഡൗൺവേർഡ് പോർഷൻ പറഞ്ഞാണ് പ്ലൂറോൺ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഓക്കെ, ഒരു എക്സ്റ്റൻഷനാണ്, ഡൗൺവേർഡ് എക്സ്റ്റൻഷൻ ഓൺ ഈച്ച് സൈഡ്, അതാണ് പ്ലൂറോൺ. ഈ പ്ലൂറോണിൻ്റെയും അതേപോലെ അബ്ഡോമിനൽ അപ്പൻഡേജിൻ്റെയും ഇടയ്ക്കുള്ളൊരു സ്പേസാണ് എപ്പിമെറോൺ എന്ന് പറയുന്നത്. ഓക്കെ, എപ്പിമെറോൺ. ഓക്കെ, ദെൻ പിന്നെ ഈ സിഫാലോ തൊറാസിക് റീജിയനിൽ സിഫാലോ തൊറാസിക് ആണ്. അബ്ഡോമിനൽ റീജിയനിൽ നമ്മൾ ടെർഗാൻസ്റ്റ് ആണോ പറഞ്ഞു. അതേപോലെ സിഫാലോ തൊറാസിക് റീജിയനിൽ 13 സെഗ്മെന്റ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇതെല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു കാരപ്പേസ് ആവും.
കണ്ടോ കാരപ്പേസ് സിഫാലോതൊറാസിക് റീജിയനിൽ 13 സെഗ്മെൻറ്റ്സ് എല്ലാം ഫ്യൂസ് ചെയ്തിട്ട് ഒരു കാരപ്പേസ് ആയിട്ട് മാറും. ഈ കാരപ്പേസിൻ്റെ ഒരു എൻഡ് പോർഷനിൽ സ്റ്റോക്ഡ് കോമ്പൗണ്ട് ആയിട്ട് അതേപോലെ റോസ്ട്രും ഉണ്ട്. ഓക്കെ അതുപോലെ തന്നെ ഇനി സിഫാലോതൊറാസിക്കിൻ്റെ ഒരു സ്റ്റേണൽ പ്ലേറ്റ്സ് സിഫാലോതൊറാസിക് റീജിയനിൽ 13 ടെർഗൽ പ്ലേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് കാരപ്പേസും അതേ റീജിയനിൽ സ്റ്റേണൽ പ്ലേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു വെൻട്രൽ ഷീൽഡും ഉണ്ടാവും. ഇനി നമുക്ക് പറയുന്നതാണ് ആൻറ്റീരിയർലി കാരപ്പേസ് ബെയർസ് എ പോയിന്റഡ് പ്രോസസ് കോൾഡ് റോസ്ട്രം ആൻഡ് അറ്റ് ദ ബേസിൽ സ്റ്റോക്ഡ് കോമ്പൗണ്ട് ഐസ് ഉണ്ട്. പിന്നെ പറയുന്നത് ബ്രാങ്കിയോ സ്റ്റീഗൽ പ്ലേറ്റ് ആണ്. ഗിൽ കവർ ഉള്ളത്, അതായത് ബ്രാങ്കിയോ സ്റ്റീഗൽ പ്ലേറ്റ് ഗിൽ കവറായിട്ട് സെർവ് ചെയ്യും. അതേപോലെ ബ്രാങ്കിയൽ ചേംബറിലാണ് ഗിൽസ് ലോഡ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു സ്ട്രക്ചറാണ് തിലൈക്കം. തിലൈക്കം എന്ന് പറയുന്നത് ഈ ഫീമെയിൽ ജെനിറ്റൽ ഓർഗനാണ്. അത് സ്പേം സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. ഇനി അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചറിൽ ഇപ്പോൾ ഇത്രയും കുറച്ച് പോയിന്റ്സ് നമ്മൾ കണ്ടു. ഇനി അതിൽ ഈ ഒരു സ്ട്രക്ചർ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയിന്റ് എഴുതാൻ പറ്റും? ആദ്യം പറയാം, പ്രോൺ ഒരു മറൈൻ ഒരു ആർത്രോപോഡാണ്. അതുപോലെ തന്നെ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്, സിഫാലോതൊറാക്സ് ആൻഡ് അബ്ഡോമൻ. സിഫാലോതൊറാക്സ് 13 സെഗ്മെൻറ്റ്സ് ആണ് സിഫാലോതൊറാക്സിലുള്ളത്. 5 സിഫാലിക് ആൻഡ് 8 തൊറാസിക് സെഗ്മെൻറ്റ്സ്. അബ്ഡോമൻ റീജിയനിൽ 6 സെഗ്മെൻറ്റ്സ് ആണുള്ളത്. ലോവർ ഒരു ടെർമിനൽ പോർഷനിൽ ഒരു കോണിക്കൽ പ്രോസസ് ഉണ്ട്, അതിന് പേര് ടെൽസൺ എന്നാണ് പറയുന്നത്. അതുപോലെ സിഫാലോതൊറാസിക് റീജിയൻ നമ്മൾ പറഞ്ഞു 13 ടെർഗൽ പ്ലേറ്റ്സ്, ഇതെല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു കാരപ്പേസ് ആവുന്നു. കാരപ്പേസിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ എന്തുണ്ടാവുന്നു? ഒരു റോസ്ട്രം. അതുപോലെ തന്നെ ഈ കാരപ്പേസിൻ്റെ ടിപ്പ് പോർഷനിൽ ഒരു സ്റ്റോക്ഡ് കോമ്പൗണ്ട് ഐസും ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി പിന്നെ നമ്മൾ ടെർഗ ആൻഡ് സ്റ്റേണം, അതായത് പിന്നെ എക്സോസ്കെലട്ടനെ കുറിച്ച് പറയാം. എക്സോസ്കെലട്ടൻ എന്ന് പറയുമ്പോൾ ഇത്രയും സ്ട്രക്ചറിൽ വന്നു കഴിഞ്ഞു, ഇത്രയും പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ഇവിടെ കാണുന്നതെല്ലാം അപ്പൻഡേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ എക്സോസ്കെലട്ടൻ എന്താണ്? ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഒരു ക്യൂട്ടിക്കുലർ കവറിംഗ് ആണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ ആൻഡ് പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടാണ്. സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നത് ഹാർഡനിങ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ബൈ കാൽസിഫിക്കേഷൻ ആണെന്ന് പറയാം. പിന്നെ എക്സോസ്കെലട്ടൻ്റെ ഫങ്ഷൻസ് പറയാം. എന്തൊക്കെയായിരുന്നു ഫങ്ഷൻസ്? protects the body, provides provisions for the attachment of muscles, also gives some internal support through its enfoldings, apodiumsന്റെ രണ്ട് ഫംഗ്ഷനും. അപ്പം പിന്നെ അവൾ പറയേണ്ടത് ടെർഗ ആൻഡ് സ്റ്റേണ ആണ്, അതായത് എക്സോസ്കെലട്ടൻ കവറിംഗ് സെഗ്മെന്റഡ് ആണ്. ആ സെഗ്മെന്റ്സിന് പറഞ്ഞ പേരാണ് സ്ക്ലിറൈറ്റ്സ്. അബ്ഡോമിനൽ റീജിയനിൽ സ്ക്ലിറൈറ്റ്സ് ഡോർസലും വെൻട്രലും ഉണ്ട്, ടെർഗ ആൻഡ് സ്റ്റേണ. പിന്നെ ഈ പറയുന്ന ടെർഗം, പിന്നെ ഈ സ്ട്രക്ചർ ആലോചിക്കുക. ടെർഗ ആൻഡ് സ്റ്റേണ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ. ടെർഗത്തിന്റെ ഡൗൺവേർഡ് പോർഷൻ നമ്മൾ പ്ലൂറോൺ എന്ന് പറയും. അബ്ഡോമിനൽ അപ്പൻഡേജും പ്ലൂറോണിന്റെ നടുക്ക് എപ്പിമെറോൺ. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അപ്പൻഡേജസിൽ പറയാനുണ്ട്. ഓക്കെ, ഇത്രയും നോക്കി വെക്കുക. അത് പിന്നെ നമ്മൾ റോസ്ട്രം അത് നമ്മൾ ഓൾറെഡി ഈ സ്ട്രക്ചറിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പം മോർഫോളജി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പഠിച്ചാൽ മതി മോർഫോളജി. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിക്കുക, എന്നിട്ട് ഈ പറഞ്ഞ ഡയഗ്രാം ഒന്ന് മനസ്സിൽ വെക്കുക, ഓരോ ടേംസും ഓർത്ത് വെക്കുക. അപ്പം തന്നെ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സോസ്കെലട്ടനെ കുറിച്ച് ആലോചിക്കാം. എക്സോസ്കെലട്ടൻ എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, കാര്യങ്ങൾ. പിന്നെ ഇതിൽ കാണാത്തൊരു കാര്യം ടെർഗ സ്റ്റേണം, അത് പറയാം. പിന്നെ അടുത്ത ആ ഡയഗ്രാം ആലോചിക്കുക, ടെർഗം, സ്റ്റേണം, എപ്പിമെറോൺ, പ്ലൂറോൺ. ഓക്കെ, യെസ്.